വിശദമായ വാർത്തകളിലേക്ക്. സോളാർ സമരം തീർത്തതിനു പിന്നിൽ രഹസ്യധാരണയെന്ന വിവാദ വെളിപ്പെടുത്തലുമായി സി ദിവാകരൻ. ഉമ്മൻചാണ്ടി സർക്കാരും ഇടതുമുന്നണിയുമായി ധാരണയിലെത്തി. എന്തോ ഒരു സംഭാഷണം എവിടെയോ നടന്നു. തുടർന്ന് ധാരണയിലെത്തിയെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്ന് പാർട്ടി നേതാക്കൾ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിന് മുൻകൈയെടുത്തത്. തിരുവഞ്ചൂർ മുൻകൈയെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സമരം അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചനെന്നും തിരുവഞ്ചൂരാണ് അനുവദിക്കാത്തതെന്നും ദിവാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഞാനത് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. എന്തും നടക്കും. ഉമ്മൻചാണ്ടി കേന്ദ്രത്തിനോട് സഹായം പെടുത്തി. മിലിറ്ററി വന്നു. കേരളത്തിന് സെക്രട്ടേറിയറ്റ് ഡിക്ലെയർ ചെയ്തു ഹോളിഡേയ്സ് 2 ദിവസത്തേക്ക്. അപ്പോൾ വല്ലാത്ത ഒരു ഇത് വന്നു. ഞങ്ങളാണെങ്കിൽ നല്ല ഉറച്ച് നിൽക്കുകയാണ്. അന്നേരമാണ് എന്തോ ഒരു സംഭാഷണം ഇവിടെ നടന്നു. LDFുമായിട്ട് ഒരു ധാരണയിലെത്തും പോലെ ഗവൺമെൻറ് ആ ധാരണ അനുസരിച്ച് എന്നോട്, ഞാൻ സെക്രട്ടേറിയറ്റിനിടയിൽ ഇരിക്കുകയായിരുന്നു, എന്നോട് എൻ്റെ പാർട്ടി നേതാക്കന്മാർ ഇങ്ങനെ ധാരണ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തീരെയാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾ എങ്കിലും കുഴപ്പമില്ല, പാർട്ടി തീരുമാനം LDF അല്ലേ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. AK സെൻറ്ററിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായി ഇത് കേട്ട് AKG സെൻറ്ററിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്ത് സംഭവിച്ചു എന്നുള്ളത്, ആ സമരം അങ്ങനെ കൊണ്ട് പോയാൽ എന്താണ്, ദോഷം ചെയ്യുമോ, അത് തിരിച്ചടി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതായിരിക്കും. ഒരു അൺവീൽഡിങ് സമരമായിരുന്നു. നിയന്ത്രണാതീതമായി എന്തെങ്കിലും സംഭവങ്ങളുണ്ടായാൽ LDFിൻ്റെ തലയിലായിരിക്കും. അതുകൊണ്ട് ഒരു കണക്കിന് ആ സമയത്ത് അത് വിഡ്രായത് നന്നായി പോയി. LDFിൻ്റെ ധാരണയാണോ CPM നേതൃത്വം കോൺഗ്രസ്? ഇല്ല, LDF ധാരണയാണത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്. പുള്ളി മുൻകൈ എടുത്ത് ജുഡീഷ്യൽ എൻക്വയറി എല്ലാം അംഗീകരിച്ചു. അതിലാണ് ജുഡീഷ്യൽ എൻക്വയറി വെച്ചത്. അത് തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്നത്. ആ ശിവരാജ് അയാൾ 4-5 കോടി രൂപയും വാങ്ങിച്ച് ഇന്നലെ ഒരു കാണാപ്പെടാന്നൊരു റിപ്പോർട്ട് വെച്ച് ഓരോരുത്തരും എത്ര തവണയാണ് സരിതയെ അല്ലേ, സരിതയല്ലേ എന്ന് സരിത ആരെല്ലാം ഉപയോഗിച്ചെന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നത്. വേണുഗോപാൽ എത്ര തവണയാണ് ഉപയോഗിച്ചത്, അങ്ങനെ ഒരു റിപ്പോർട്ട് അതിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അതൊക്കെ പോയി ചീറ്റിപ്പോയി. അത് ആ സമരം അങ്ങനെ പോകുന്നത് അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അത് രാജിവെക്കണമെന്ന് വന്ന് രാജിവെച്ച് പോകണം, അതാണ് നല്ലത്. അയാൾ അങ്ങനെ ടൈപ്പാണല്ലോ. പക്ഷേ ഇവർ സമ്മതിച്ചില്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിച്ചില്ല. അത് അങ്ങനെയാണ്. അത് പിന്നെ വേറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചട്ടപ്പടി സമരങ്ങളാണ്. പല സമരങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുള്ളതല്ല. തൊഴിലാളി വർഗം കുറേ കൂടി ശക്തമായ അവരുടെ ഇടപെടൽ ഗവൺമെൻറ് തലത്തിലുണ്ടാവണം. എന്നാൽ ദിവാകരന്റെ വാദങ്ങൾ തള്ളി CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്ത് വന്നു. രഹസ്യ ഒത്തുതീർപ്പ് ഉണ്ടായിരുന്നില്ല എന്നും അന്വേഷണം തന്നെയായിരുന്നു സമരത്തിന്റെ ആവശ്യമെന്നും ബാലൻ പ്രതികരിച്ചു. ജുഡീഷ്യൽ കമ്മീഷനാണ് ഞങ്ങൾ പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു. അത് മാത്രമല്ല, അന്നൊരു കൺസിലിയേറ്ററി ഒരു ചർച്ച നടന്നിരുന്നു. തിരുവഞ്ചൂരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന്. ജുഡീഷ്യൽ കമ്മീഷനെ അല്ല, രഹസ്യമായിട്ടുള്ളതല്ല, ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി തന്നെ അതവിടെ പ്രഖ്യാപിച്ചല്ലോ. അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാമെന്ന് തീരുമാനിച്ചതോടുകൂടി തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ശരി, ഓക്കെ. സോളാർ സമരം തീർത്തതിനു പിന്നിൽ രഹസ്യധാരണയെന്ന സി ദിവാകരന്റെ ആരോപണം തള്ളി അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല. തന്റെ അറിവിൽ ഒരു രഹസ്യധാരണയും ഉണ്ടായിട്ടില്ല. ധാരണയുണ്ടായിരുന്നെങ്കിൽ പിണറായി പറയട്ടെ. UDFനൊന്നും ഒളിക്കാനില്ലാത്തതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതെന്നും രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലം അന്നത്തെ KPCC അധ്യക്ഷനായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ഈ സമരം വലിയ രീതിയിൽ സർക്കാരിന്റെ പ്രവർത്തനത്തെ, സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലൂടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇടതുമുന്നണി ചെയ്തത്. എന്താണെന്ന് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന നേതാക്കൾ ഒരാളാണ് രമേശ് ചെന്നിത്തല. ശ്രീ രമേശ് ചെന്നിത്തല, ഈ സോളാർ സമരം അന്നത്തെ സർക്കാരിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയൊരു സമരമാണ്. പക്ഷെ പെട്ടെന്ന് ആ സമരം അവസാനിക്കുന്നു. ഇപ്പോൾ ആ സമരത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്ന അന്നത്തെ CPM നേതാവ് ദിവാകരൻ പറയുന്നത് ഇത് രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ സമരം തീർത്തതെന്നാണ്.
അന്നത്തെ സർക്കാരും അതുപോലെ തന്നെ ഈ ഇടതുമുന്നണിയും ചേർന്ന് രഹസ്യധാരണ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളവും ഒരു രഹസ്യധാരണ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ഡിമാൻഡ് പ്രതിപക്ഷത്തുനിന്ന് വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു, ക്യാബിനറ്റ് എടുത്ത തീരുമാനമായിരുന്നു. അഴിമതി ആരോപണം ഉണ്ടായാൽ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം നടപടികൾ സ്വീകരിക്കേണ്ടത് ജനാധിപത്യത്തിന് അനിവാര്യമാണ്. അല്ലാണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോലെയല്ല, ഏത് ആരോപണം വന്നാലും മിണ്ടാതിരിക്കുകയും ആരോപണങ്ങളൊക്കെ അലങ്കാരമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ ഭരണകാലത്ത് അത് അന്വേഷണം നടത്താൻ തീരുമാനം. ഒരു ഒത്തുകളി ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഇനി ദിവാകരന് വല്ല അറിയാമെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. അദ്ദേഹത്തിന് കാരണമറിയില്ല, പക്ഷേ പെട്ടെന്ന് സമരം തീരുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു ധാരണ എത്തിയിരിക്കുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ മുന്നണി നേതൃത്വം സംസാരിച്ച് ധാരണ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് മറുപടി പറയേണ്ടത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം അങ്ങനൊരു ധാരണയുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി അതില്ല, ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ. അന്നൊക്കെ ഉയർന്നിട്ടൊരു അഭ്യൂഹം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണം CPMന്റെ നേതാക്കളിലേക്ക്, സംസ്ഥാന തലത്തിലുള്ള നേതാക്കളിലേക്ക് എത്തുന്നു. അത് ഒരു പോയിന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി CPM ഇവിടെ സമരം അവസാനിപ്പിക്കാം, നിങ്ങൾ അന്വേഷണം നിർത്തണം എന്നൊരു ധാരണ ആ രീതിയിൽ ഉണ്ടാക്കി എന്നൊരു ആരോപണമൊക്കെ ആ സമയത്ത് ഉയർന്നു വന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. അല്ല, അതൊന്നും ശരിയായ നടപടിയല്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. TP കേസിനകത്ത് ചെയ്യാൻ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് നിലയിലേക്ക് അത് പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ആളല്ല. ഏതായാലും അന്നങ്ങനെ തരത്തിലുള്ള ഒത്തുതീർപ്പോ ഏർപ്പാടോ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. സ്വാഭാവികമായി സമരത്തോട് ഒരു സർക്കാർ സ്വീകരിക്കേണ്ട ഒരു ന്യായമായ തീർച്ചയായിട്ടും അന്നങ്ങനെയാണ് ചെയ്തത്. അല്ലാണ്ട് ഇന്നത്തെ പോലെയല്ല. ആരെന്ത് പറഞ്ഞാലും എന്ത് ആരോപണം ഉന്നയിച്ചാലും മിണ്ടാതിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ ആളുകൾ മറക്കുമെന്ന് കരുതുക. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ജനാധിപത്യപരമായി ചെയ്തൊരു കാര്യമാണ്. അതിനകത്ത് CPM ആയിട്ടോ ഇടതുമുന്നണിയായിട്ടോ ഒരു കൂട്ടുകെട്ടും അന്ന് തിരുവഞ്ചൂർ ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദി ശ്രീ രമേശൻ. ഇതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം അന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ധാരണയോ ഒത്തുതീർപ്പോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതായി തനിക്ക് അറിയില്ല. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കേസൊക്കെ അത്തരം ആരോപണങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ ഒത്തുതീർപ്പിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറായെന്ന് വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും C. ദിവാകരന്റെ ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ തള്ളുകയാണ് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുടെ ഒരാളായ രമേശ് ചെന്നിത്തല. ഒരു സമരം ഉണ്ടാകുമ്പോൾ അതിനോട് അന്നത്തെ സർക്കാർ സ്വാഭാവികമായി സ്വീകരിക്കേണ്ട ഒരു രീതിയുണ്ട്. ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ്, രഹസ്യ ധാരണ ഈ സമരം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരൊത്തുതീർപ്പിനും ഒരിടത്തും പോയിട്ടില്ല എന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരുമായും സംസാരിച്ചിട്ടില്ല. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമടക്കം LDF തനിക്ക് നൽകിയ കത്ത് UDF ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് 8നോട് പ്രതികരിച്ചു. ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് ഒത്തുതീർപ്പുകളൊന്നും നടന്നിട്ടില്ല. അതേസമയം സെക്രട്ടേറിയറ്റ് വളയുന്നതിന് വേണ്ടി CPM അന്ന് നടത്തിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ സ്വാഭാവികമായിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നിലപാടും നടപടികളും നമ്മൾ ചർച്ച ചെയ്യും, അത് ചെയ്തിട്ടുമുണ്ട്. അതല്ലാതെ സോളാർ കേസ് സംബന്ധിച്ച് ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹം കത്തുകൊണ്ട് എന്റെ കയ്യിലാണ് തന്നത്. ഞങ്ങൾ ആ കത്തെല്ലാം സ്വീകരിച്ചു. അത് UDF ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പോകണം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോവുകയും ചെയ്തു. അതിനു മുൻപും ശേഷവും കേരളം കണ്ടിട്ടില്ലാത്ത സമരരൂപമായിരുന്നു സോളാർ സമരം. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ഇടതുമുന്നണി നടത്തിയ സമരം അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ വെട്ടിലാക്കി. ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരമെങ്കിലും ജുഡീഷ്യൽ അന്വേഷണം എന്ന സർക്കാർ വാഗ്ദാനത്തിന് മുന്നിൽ സമരക്കാർ വഴങ്ങി. ഇത് എന്തിനു വേണ്ടിയെന്ന ചോദ്യമാണ് അന്നു മുതൽ ഉയരുന്നത്. 2013 ജൂൺ 3 തട്ടിപ്പ് കേസിൽ സരിതാ നായർ അറസ്റ്റിലായതോടെയാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സോളാർ കേസിന്റെ തുടക്കം. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ, കേസുകൾ, വെളിപ്പെടുത്തലുകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഭരണപക്ഷത്തെ ഏതാണ്ട് എല്ലാ പ്രമുഖർക്കെതിരെയും ആരോപണ പെരുമഴ. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രക്ഷോഭം. സോളാർ അഴിമതി ആരോപണത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആടിയുലയാൻ തുടങ്ങി. സർക്കാരിന്റെ പ്രതിരോധ നീക്കങ്ങളെല്ലാം പാളി. ഇതോടെ വർദ്ധിത വീര്യത്തോടെ പ്രതിപക്ഷം സമരം ശക്തമാക്കി.
ഉമ്മൻചാണ്ടിയുടെ രാജിവരെ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. അതിനു മുന്നോടിയായി സംസ്ഥാനമൊട്ടാകെ പ്രചരണ പരിപാടികൾ, തയ്യാറെടുപ്പുകൾ. ഓഗസ്റ്റ് 12-ന് സമരം ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടതുമുന്നണി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒഴുകി. തലസ്ഥാന നഗരം സ്തംഭിച്ചു. ചരിത്രത്തിലാദ്യമായി 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടിയുടെ അസാധാരണ നീക്കം അവസാനിപ്പിക്കുകയാണെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ വേദിയിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പ്രഖ്യാപനം. തിങ്ങിക്കൂടിയ അണികൾ മാത്രമല്ല, തലമുതിർന്ന നേതാക്കൾ പോലും ഞെട്ടലോടെയാണ് ആ പ്രഖ്യാപനം കേട്ടത്. സമരം ചരിത്ര വിജയമെന്ന് അവകാശപ്പെട്ട് നേതാക്കൾ പിരിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കാതെ എന്തു വിജയമെന്ന ചോദ്യം അണികളിലും കേരള സമൂഹത്തിലും ഉയർന്നു. ഉമ്മൻചാണ്ടി രാജിവെച്ചാൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സമരം അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന വിമർശനം ശക്തമായി. TP കേസിൽ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന ആക്ഷേപവും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ, ഭരണത്തെ സ്തംഭിപ്പിച്ച ഒരു സമരം. അതാണ് പ്രധാന ആവശ്യത്തിൽ തീരുമാനമുണ്ടാകും മുമ്പ് സമരക്കാർ പാതി വഴിയിൽ ഇട്ടെറിഞ്ഞു പോയത്. എന്തായിരുന്നു സോളാർ സമരം അവസാനിപ്പിക്കുന്നതിന് പിന്നിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളെന്ന സംശയം നേരത്തെ ഉയർന്നതാണ്. അന്ന് സമരത്തിന്റെ മുന്നണി പോരാളിൽ ഒരാളായിരുന്ന C. ദിവാകരൻ തന്നെ ഇപ്പോൾ അതേ സംശയം ഉയർത്തുന്നത് ഇതിന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. യുഎസിലെ ലോക കേരള സഭയിലെ പണപ്പിരിവിൽ വിവാദം തുടരുന്നു. ബക്കറ്റ് പിരിവിന്റെ പരിഷ്കൃത രൂപമാണ് അമേരിക്കയിലെ പണപ്പിരിവെന്നും മുഖ്യമന്ത്രി പിന്മാറണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ധനസമാഹരണത്തെ CPM നേതാക്കൾ ന്യായീകരിച്ചു. മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും അമേരിക്കൻ സന്ദർശനത്തിലാണ് വിവാദം കത്തുന്നത്. മുഖ്യമന്ത്രിയെ കാണണമെങ്കിലും അടുത്തിരിക്കണമെങ്കിലും പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് രമേശ് ചെന്നിത്തല. വരേണ്യവർഗത്തിന്റെ പ്രതിനിധികളെ കൂട്ടി നടത്തുന്ന സമ്മേളനങ്ങൾ കൊണ്ട് സാധാരണ പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ല. ലോക കേരള സഭ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കോ പ്രവാസികൾക്കോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാം ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ലോക കേരള സഭയിൽ ഞാൻ പങ്കെടുത്തതാണ്. അന്ന് പ്രതിപക്ഷ നേതാവിനെ വൈസ് ചെയർമാനുമാക്കി. പക്ഷേ തുടർന്നുള്ള നടപടികൾ പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ധൂർത്താണെന്നും വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണെന്നും മനസ്സിലായത്. പ്രവാസികൾ മനസ്സറിഞ്ഞു നൽകുന്നതിൽ അസൂയ എന്തിനെന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. പ്രതിപക്ഷം വിചാരിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഇകഴ്ത്താനാകില്ല. വിവാദം പ്രവാസികൾ പുച്ഛിച്ചു തള്ളും. പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ KPCC ജനറൽ സെക്രട്ടറിയുടെ അറസ്റ്റ് മറച്ചുവെക്കാനാണ് വിവാദങ്ങളെന്നും AK ബാലൻ വിമർശിച്ചു. പുൽപ്പള്ളി ബാങ്കിന്റെ പ്രസിഡന്റ് ഇപ്പൊ ജയിലിലാണ്. ഞാനീ സംസാരിക്കുമ്പോൾ ജയിലിലാണ്. 50 കോടി രൂപയുടെ തട്ടിപ്പാണ്, ചില്ലറയല്ല. ഇന്നേ വരെ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ സജീവമായ ചർച്ചയാകും എന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്ന് LDFന്റെ തലയിലേക്ക് വെക്കാൻ വേണ്ടി ലോക കേരള സഭയുടെ UA സമ്മേളനത്തെ ഇപ്പോൾ മാറ്റിയത്. 2 കോടി രൂപയുടെ ഡയമണ്ട് സ്പോൺസർഷിപ്പ് മുതൽ 25 ലക്ഷത്തിന്റെ ബ്രോൺസ് വരെയാണ് പിരിവ്. സംഭാവന ഓഡിറ്റ് ചെയ്യുന്ന സമ്പ്രദായമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നോർക്ക വിശദീകരിച്ചെങ്കിലും 7 മാസം മുൻപ് UK-യിൽ നടന്ന മേഖലാ സമ്മേളനത്തിന്റെ കണക്ക് ഇതുവരെ പുറത്തുവിട്ടില്ലെന്ന ആക്ഷേപം സർക്കാർ നേരിടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ കോച്ച് കത്തിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള കൊൽക്കത്ത സ്വദേശിയെ റെയിൽവേ പോലീസിന് കൈമാറും. കേസ് അന്വേഷിക്കുന്നത് റെയിൽവേ പോലീസ് ആയതിനാലാണ് ഈ നടപടി. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനുമോദ്, ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? പ്രതിയെ ഇന്ന് തന്നെ റെയിൽവേ പോലീസിന് കൈമാറിയേക്കുമോ? പോലീസ് അതീവ രഹസ്യമായിട്ടാണ് ഈ നടപടികൾ പൂർത്തിയാക്കുന്നത്. കസ്റ്റഡിയിലുള്ളത് കൊൽക്കത്ത സ്വദേശി പ്രസഞ്ജിത്ത് സിദ്ഗർ ആണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇയാൾ കണ്ണൂർ കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് നിന്നിരുന്ന ഒരാളാണ്. ഇയാൾക്ക് മാനസികമായിട്ട് ചില അസ്വാസ്ഥ്യങ്ങളുണ്ട്. ഇയാൾ ഭിക്ഷക്കാരനാണ് എന്നെല്ലാമാണ് പറയുന്നത്. ഈ ഒരു വ്യക്തി മുമ്പും ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ചവർ കൂട്ടിയിട്ട് കത്തിച്ച് പ്രശ്നമുണ്ടാക്കിയ ഒരു ചരിത്രവും ഇയാൾക്ക് ഉണ്ട്. നിലവിൽ ഈ റെയിൽവേ സ്റ്റേഷനിലെ കത്തിച്ച ബോഗിയിൽ നിന്നും ലഭിച്ച വിരലടയാളങ്ങൾ ഇയാളുടേതുമായിട്ട് മാച്ച് ആവുന്നുണ്ട്, സാമ്യമുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും മറ്റാരുടെയെങ്കിലും ബാഹ്യപ്രേരണ കൊണ്ടാണോ
ഇയാൾ ഇത്തരം കൃത്യം ചെയ്തത് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം എലത്തൂർ കേസും ഇതുമായുള്ള സാമ്യം, ഒരേ ട്രെയിൻ തുടങ്ങിയ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി റെയിൽവേ പോലീസിന് കൈമാറും. കാരണം റെയിൽവേ പോലീസ് ആയിരിക്കും ഇതിന്റെ മറ്റു നടപടികൾ പൂർത്തിയാക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഇയാളെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലീസ് ഇയാളെ കാണിക്കുകയില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ശരി, അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഉയർന്നു. കിലോയ്ക്ക് 160 മുതൽ 180 രൂപ വരെയാണ് വില. കോഴിത്തീറ്റയുടെ വില വർധനയും ഉൽപാദനം കുറഞ്ഞതുമാണ് വിലയുയരാൻ കാരണം. പ്രൊഡക്ഷൻ കുറവാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു 10 പെട്ടി കോഴി ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നത് 8 പെട്ടി 6 പെട്ടി കോഴികളൊക്കെയാണ് ഞങ്ങൾക്ക് ഇട്ട് തരുന്നത്. ചോദിക്കുമ്പോൾ സാധനം ഇല്ല, പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് സാധനം കുറവാണെന്നാണ് പറയുന്നത്. ഒരാഴ്ച മുൻപ് 130 മുതൽ 140 വരെ ഉണ്ടായിരുന്നിടത്തിപ്പോൾ 160 മുതൽ 180 വരെയാണ് വില. ചൂട് കൂടിയതോടെ കോഴി ഫാമുകളിൽ ഉൽപാദനം കുറഞ്ഞതും കോഴിത്തീറ്റയുടെ വില വർധനവുമാണ് വില ഉയരാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. 50 കിലോ കോഴിത്തീറ്റ ചാക്കിന്റെ വില അടുത്തിടെ 700 രൂപയാണ് വർദ്ധിച്ചത്. കനത്ത ചൂടിൽ ഫാമുകളിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങുന്നതും വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നു. 1000 കോഴി ഇടുന്ന സ്ഥലത്തെല്ലാം ഇപ്പോൾ ഒരു 500 കോഴി അത്രേ ഇടാൻ കഴിയൂ. അതും 40-45 ദിവസം ആകുമ്പോഴാണ് 2 കിലോൻ്റെ ആവറേജ് വെയിറ്റ് വരുന്നുള്ളൂ. മറ്റേത് 38 ദിവസം ആകുമ്പോൾ തന്നെ ഏകദേശം 2 കിലോ വെയിറ്റ് വരുന്നത് ഇപ്പോൾ 6-7 ദിവസം എക്സ്ട്രാ തീറ്റ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. ഫാമരെല്ലാം ഭയങ്കര ദയനീയ അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. കച്ചവടക്കാരെ പിന്നെ കിട്ടുന്നതിനനുസരിച്ച് 15 രൂപ മാർജിൻ വെച്ചിട്ട് വിൽക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഇറച്ചി വിപണികളിലേക്ക് കോഴിയെത്തുന്നത്. വില ഇനിയും ഉയർന്നാൽ ഹോട്ടലുകളിലെ ഭക്ഷണവിലയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം നെടുമങ്ങാട് പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭ ഹെൽത്ത് സ്ക്വാഡും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 2 ടൺ പഴയ മത്സ്യമാണ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മത്സ്യമാണ് വാഹനസഹിതം പിടിച്ചെടുത്തത്. സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചെങ്കിലും കൊച്ചി നഗരത്തിൽ മാലിന്യ നീക്കം ഇപ്പോഴും പ്രതിസന്ധിയിൽ. നഗരത്തിൽ പലയിടങ്ങളിലും തുടർച്ചയായ 2ാം ദിവസവും മാലിന്യ നീക്കം തടസ്സപ്പെട്ടു. റോഡരികിൽ മാലിന്യം കുന്നുകൂടുകയാണ്. തെരുവ് നായ്ക്കൾ റോഡിലേക്ക് മാലിന്യം വലിച്ചുകൊണ്ടിടുന്നതും ദുർഗന്ധം വമിക്കുന്നതും നഗരജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. ബ്രഹ്മപുരം തീപിടുത്തത്തിനു ശേഷം കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. അതിന് പരിഹാരമായി സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചെങ്കിലും മാലിന്യ നീക്കത്തിലെ പ്രതിസന്ധിക്ക് അയവില്ല. നഗരകേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് ചീഞ്ഞു നാറുന്ന മാലിന്യം. ദുർഗന്ധം വമിക്കുന്ന മാലിന്യം നായ്ക്കളും കാക്കകളും കുത്തിവലിക്കുന്ന കാഴ്ചകളാണ് മെട്രോ നഗരത്തിൽ നിന്നും കാണാനാവുന്നത്. പനമ്പള്ളി നഗർ, വടുതല, കടവന്ത്ര, കത്രക്കടവ്, പാലാരിവട്ടം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിസരം തുടങ്ങി നഗരത്തിന്റെ മുക്കിലും മൂലയിലും റോഡരികിൽ മാലിന്യക്കൂനകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഇടിച്ചു കൊണ്ടുപോകാൻ പലപ്പോഴും കോർപ്പറേഷൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ കൊണ്ടുവിടാൻ സാധ്യതയുണ്ട്. ഈ വീട്ടിൽ നിന്നൊക്കെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് അല്ല ഇവർ എടുക്കുന്നില്ല. നമ്മളിപ്പോ ഇന്നലത്തെ ഒരു ഫുഡ് വേസ്റ്റ് ആയിട്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇന്നലെ എടുത്തിട്ടില്ല. സ്വകാര്യ ഏജൻസികൾക്ക് ആവശ്യത്തിന് വാഹനമില്ലാത്തതും പരിചയക്കുറവും ശേഖരണത്തെ ബാധിക്കുന്നുണ്ട്. കൃത്യമായ ഒരു മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ വന്നത് എങ്ങനെയാണ് ഈ ഏജൻസി കളക്ട് ചെയ്യുന്നത് എന്ന് പോലും പരിശോധിക്കാതെയും ഏജൻസിക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് എത്ര ലോറി വേണമെന്ന് പോലും ഉദ്യോഗസ്ഥർ തന്നിട്ടുണ്ടായില്ല വിവരം. അതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്. സ്വകാര്യ ഏജൻസികൾക്ക് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തരംതിരിച്ചു നൽകണം. അശാസ്ത്രീയമായ തരംതിരിക്കൽ നടക്കുന്നതും റോഡരികിൽ തന്നെ. പ്ലാസ്റ്റിക് വേറെ, ഫുഡ് വേറെ. മാലിന്യ നീക്കം നടക്കാത്തതിനാൽ ശുചീകരണ തൊഴിലാളികളും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ ശേഖരിച്ച മാലിന്യം കൊണ്ടുപോകാത്തത് മൂലം വീടുകളിൽ നിന്ന് ഇന്ന് മാലിന്യങ്ങൾ ശേഖരിച്ചിട്ടുമില്ല. 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് വന്നോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 5 മണിക്ക് കൃത്യമായിട്ട് വണ്ടിയില്ല, ഇപ്പൊ വരെ വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇത് വല്ല ആൾക്കാരെ വായിരിക്കണേം കേൾക്കുകയും ചെയ്യണം. ഞങ്ങൾ വീടുകളിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകണില്ലേ എന്നും പറഞ്ഞുള്ള ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധനം തള്ളി അവിടെ നിന്നൊക്കെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്നാൽ ഇവിടെ വെക്കണത്. ഇത് ഒരു 9 മണിക്കുള്ളിൽ ഇത് പോയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഈ വേസ്റ്റിൽ നിന്ന് വെള്ളം ഒഴുകി നിലത്ത് വീണ് അവിടെ പുഴുവും വളരെ
സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യ ശേഖരണത്തിൽ സ്വകാര്യ ഏജൻസികൾ പര്യാപ്തമാണെന്നാണ് ശുചിത്വ മിഷനും കോർപ്പറേഷനും ഒരുപോലെ വിശദമാക്കുന്നത്. എന്നാൽ വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണം പോലും അവതാളത്തിലാകുന്നതാണ് നിലവിലെ സാഹചര്യം. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. വയനാട് പുൽപ്പള്ളി ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്ത് വിജിലൻസ് കുറ്റപത്രം. 4 വർഷം മുമ്പ് അന്വേഷണം പൂർത്തിയായ കേസിലാണ് വിജിലൻസ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചത്. KK എബ്രഹാമിനെതിരെയുള്ള നടപടി പാർട്ടി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ നാളെ ജില്ലയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് വായ്പാ തട്ടിപ്പ് കർഷകന്റെ ജീവനെടുത്തതോടെയാണ് 4 വർഷം മുമ്പ് അന്വേഷണം പൂർത്തിയായ കേസിൽ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കർഷകനായ രാജേന്ദ്രൻ നായരുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ അറസ്റ്റിലായ KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. തലശ്ശേരി വിജിലൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾക്ക് പുറമെ സജീവൻ കൊല്ലപ്പള്ളി എന്നയാളുടെ അക്കൗണ്ടിൽ 1.2 കോടി രൂപ എത്തിയതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ KK എബ്രഹാമിന്റെ ബെനാമിയാണെന്നും ആരോപണമുണ്ട്. KK എബ്രഹാമിനെതിരെയുള്ള നടപടി പാർട്ടി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അത് KPCC ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞ ശേഷം KPCC പ്രസിഡന്റ് യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയുടെ കർഷക സ്നേഹം കപടമാണെന്ന് DYFI കുറ്റപ്പെടുത്തി. നാളെ CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 5-ന് DYFIയും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. KK എബ്രഹാമിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസിനുള്ളിലും ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 വയനാട്. പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന BJPയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുകയാണെന്നും രാഹുൽ അമേരിക്കയിൽ പറഞ്ഞു. ഇതിനിടെ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന രാഹുലിന്റെ പരാമർശം BJP വിവാദമാക്കി. ലീഗിനെ ജിന്നയുടെ ലീഗെന്ന് വിശേഷിപ്പിച്ചാണ് BJP ആരോപണം. സമീപകാലത്ത് പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് ഇത്രയേറെ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതാദ്യമായാണ്. പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുകയാണ്. വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു. പരസ്പരം മത്സരിക്കുന്ന ഇടങ്ങൾ ഉള്ളതിനാൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകും. സംയുക്ത പ്രതിപക്ഷത്തിന് BJPയെ തോൽപ്പിക്കാനാകുമെന്നും രാഹുൽ. The opposition is pretty well united and I think it's getting more and more united. We are having conversations with all the opposition. There are spaces where we are competing also with the opposition. So it's a little bit of give and take is required, but I'm confident that will happen. വാഷിംഗ്ടണിലെ നാഷണൽ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരുമായുള്ള സംവാദത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ചും ചോദ്യമുയർന്നു. മുസ്ലിം ലീഗ് സമ്പൂർണ്ണ മതേതര പാർട്ടിയാണെന്നും മതേതരമല്ലാത്ത ഒന്നും അതിലില്ലെന്നും രാഹുൽ. Muslim League is a completely secular party. There's nothing non-secular about the Muslim League. രാഹുലിന്റെ ഈ വാക്കുകൾ BJP രാഷ്ട്രീയായുധമാക്കുകയാണ്. മുസ്ലിം ലീഗിനെ ജിന്നയുടെ ലീഗിനോട് ഉപമിച്ച് BJP IT സെൽ മേധാവി അമിത് മാളവിയാണ് ആദ്യം രംഗത്തെത്തിയത്. ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായവരെയാണ് മതേതരർ എന്ന് വിശേഷിപ്പിച്ചതെന്ന് BJP കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പൊതുവേദിയിൽ തട്ടിവീണ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കൊളറാഡോയിലെ വ്യോമസേന അക്കാദമിയിലെ ബിരുദദാന ചടങ്ങിനിടെയാണ് സംഭവം. 1.5 മണിക്കൂറോളം വേദിയിൽ നിന്ന ശേഷം മടങ്ങുമ്പോഴാണ് ജോ ബൈഡൻ വീണത്. ജോ ബൈഡന് പരിക്കില്ല എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ കോച്ച് കത്തിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവസ്ഥലം സന്ദർശിക്കുന്നു. ബ്രിജ്ഭൂഷൺ തിങ്കളാഴ്ച നടത്താനിരുന്ന റാലി മാറ്റിവെച്ചു. ശക്തിപ്രകടനമായി അയോധ്യയിൽ ജൻചേതന മഹാറാലി എന്ന പേരിൽ റാലി നടത്താനായിരുന്നു തീരുമാനം. ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് റാലി മാറ്റിയതെന്നും 10,000-കണക്കിന് പേരുടെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞു. ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ മലയാളിയായ ദേശീയ സെക്രട്ടറി ജനറൽ VN പ്രസൂദിനെതിരെ വനിതാ കോച്ച് ജാസ്മിൻ ജോർജ്. ബ്രിജ്ഭൂഷന് അനുകൂലമായി കേരള അസോസിയേഷൻ കേരള താരങ്ങളുടെ പിന്തുണ തേടി. ബ്രിജ്ഭൂഷന്റെ ഭാഗത്തുനിന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ആവശ്യപ്പെട്ടു.
വിശദീകരണം നൽകിയില്ല എങ്കിൽ സ്പോർട്സ് കൌൺസിൽ വഴി വാങ്ങുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ജാസ്മിൻ ജോർജ് ന്യൂസ് 18 പറഞ്ഞു. ഗുസ്തി താരങ്ങളുടെ സമരം രാജ്യത്താകെ വലിയ ചർച്ചയാകുമ്പോൾ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ളവർക്ക് കോച്ചിങ് നൽകിയ അന്തർദേശീയ റെസ്ലിംഗ് കോച്ച് കൂടിയായ ജാസ്മിൻ ജോർജ് എന്നോടൊപ്പം ചേരുകയാണ്. വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വരികയാണ്. ഈ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇവർ സമരം തുടങ്ങിയ രണ്ടാം ദിവസം ഞാൻ ഇവരെ വിനേഷ് ഫോഗട്ടുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ആ കൊച്ചെന്നോട് ചോദിച്ചു, മാഡം എന്തിനാ വിളിച്ചത്? എന്നെ വഴക്ക് പറയാനാണോ വിളിച്ചത്? ഞാൻ പറഞ്ഞല്ല, എന്താ സംഭവം, എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, മാഡം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്. അപ്പം ഞങ്ങൾക്ക് കേരളത്തിന്റെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അത് എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ മാഡത്തിന് ഞങ്ങളുടെ കാര്യത്തിൽ സംശയമുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാനന്നൊരു ഹോസ്റ്റൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ വളരെ സത്യസന്ധമായിട്ടാണ് വിനേഷ് എന്റെ അടുത്ത് പറയുകയുണ്ടായത്. ഇപ്പം ഞങ്ങൾ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്നാണ് ആ കുട്ടി പറയുകയുണ്ടായത്. വിനേഷ്, സാക്ഷി ഇവരെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്? രണ്ടുപേരും ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. 2012 വരെ ഞാൻ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിരുന്നു. 4 വർഷം സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഈ 3 ടീമിന്റെ കോച്ചായിട്ട് ഞാൻ ഈ കുട്ടികളുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ടീമിന്റെ ഞാൻ പരിശീലകയായിട്ടും പോയിട്ടുണ്ട്. അതായത് ഞങ്ങൾ USA ട്രെയിനിങ്ങിന് വേണ്ടി അയച്ചു. അന്ന് ഈ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങൾ 1.5 മാസക്കാലം ഞങ്ങൾ USAയിലുണ്ടായിരുന്നു. ആ ട്രെയിനിങ് പീരീഡിൽ ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ 2 പരിശീലകരാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. മിസ്റ്റർ OP യാദവും പിന്നെ ഞങ്ങൾ 2 ആൾക്കാരായിരുന്നു പോയത്. സംഭവങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിവുകളുണ്ടോ? ഈ സംഭവങ്ങളെ കുറിച്ച് ഇവര് പറയുന്നത് പുറത്ത് നമ്മളോട് ആരോടും പറയാം. ഇവരുടെ ഫോണൊക്കെ ഹാക്ക് ഒരു ബന്ധപ്പെടുന്ന കാലമായതുകൊണ്ട് അവര് പറയുന്ന ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഒരിക്കലും ഞങ്ങൾ അതിനെപ്പറ്റി നുണ പറയുകയില്ല. കാരണം എനിക്കത് വിശ്വസിക്കാം. കാരണം ഒരിക്കലും ഈ കുട്ടികള് ചുമ്മാ ഒരു ഫേക്കായ കാര്യത്തിന് വേണ്ടി ഇവര് മുമ്പോട്ട് വരുന്ന കുട്ടികളല്ല. ഒരു ദിവസം പോലും പരിശീലനം കളഞ്ഞ് ഇവർ മുമ്പിൽ വരികയില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഇവരെ വിശ്വസിക്കും. അവർ പറയുന്നത് സത്യമാണ്, അല്ലാതെ ഇവർ വരത്തില്ല അവരിങ്ങനെ ഒരു കാര്യത്തിന്. ഇതിപ്പോ വലിയ പ്രതിഷേധം ഉയരുന്നെങ്കിൽ പോലും സർക്കാരൊന്നും കാര്യമായിട്ട് അങ്ങനെ ഒരു ഇടപെട്ടി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് എത്തുന്നില്ല. അതിനെ എങ്ങനെയാ കാണുന്നത്? നടപടിയിലേക്ക് എത്തുന്നില്ലെന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ഡേ ഞാൻ ഈ കുട്ടിയെ വിളിക്കുന്ന അന്ന് തന്നെ എന്റെ 2 കുട്ടികൾ നാഷണൽ ടീമിന്റെ ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ആ കുട്ടികൾ എന്നെ വിളിച്ചു, മാഡം ഞങ്ങളെ കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷന്റെ ആൾക്കാർ വിളിച്ചു, ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് അയക്കണം. അതായത് ഞങ്ങൾ ഇന്ത്യൻ ക്യാമ്പിൽ പോയപ്പോൾ ഞങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ അടുത്ത് എന്തിന് ഇങ്ങനെ കാര്യം ചോദിക്കുന്നു? അപ്പൊ ഈ പ്രശ്നം ഉണ്ടായതിന് പിറ്റേ ദിവസം സംഭവിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായി അറിയാതെ നമ്മളൊന്നും ചെയ്യരുത് എന്ന് ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു. ആ ദിവസം സ്കൂൾ മീറ്റ് കണ്ണൂർ നടക്കുന്നു. കണ്ണൂർ ആ സ്ഥലത്ത് നമ്മുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിൽ പോയി. ആ കൊച്ചിനോട് അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു പരിശീലനം പറഞ്ഞു, നിങ്ങൾ വീഡിയോ എടുത്ത് തരണം. അപ്പൊ ആ കുട്ടി അന്നേരം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാ, ആ കുട്ടി പറഞ്ഞു, ഞാൻ ആരുടെയും ചെലവിലല്ല കഴിയുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് തരേണ്ട ആവശ്യമില്ല, എന്തിന് എന്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുന്നു, അങ്ങനെ കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പം എനിക്ക് ഉൾപ്പെടെ ഞങ്ങൾ 2 പരിശീലകർക്കും 5 കുട്ടികൾക്കും അവര് കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് അസോസിയേഷന് ഒരു ലെറ്റർ തന്നു. നിങ്ങൾ മറുപടി തരണം എത്രയും പെട്ടെന്ന്, ഇല്ല എങ്കിൽ അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൊടുത്തില്ല. കൊടുക്കാത്തതിന്റെ പേര് പറഞ്ഞു, കേരള സ്പോർട്സ് കൌൺസിൽ വഴി നിങ്ങളുടെ അടുത്തുനിന്ന് ഇത് വാങ്ങാൻ അറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഒരു ഭീഷണി മുഴക്കി നമ്മുടെ അടുത്ത്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭീഷണിപ്പെടുത്തി അല്ലെ എല്ലാവരെയും കൂടെ ഒരുമാതിരി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ ഒരു കാര്യത്തിനാണ് കേരള റെസ്ലിംഗ് അസോസിയേഷനും ഈ ഇദ്ദേഹത്തിന് ഈ ബ്രിജ്ഭൂഷൺ അനുകൂല നിലപാടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, റെസ്ലിംഗ് അതെ അനുകൂല നിലപാടാണ്. കാരണം നമ്മുടെ ഫെഡറേഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ കേരളം മലയാളിയായ കേരളത്തിൽ നിന്നുള്ള ആള് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പം സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഈ പ്രസിഡന്റിന് സെയിം സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം തീർച്ചയായും ആ വ്യക്തിക്ക് അതിന് അനുകൂലിച്ചേ പറ്റുള്ളൂ. അതായത് കാരണം സെയിം അതേ ഒരു പൊസിഷനിലിരിക്കുന്ന ആള് എപ്പോഴും എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും പിള്ളേരുടെ അടുത്തുനിന്ന് ഇതുപോലെ ശേഖരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഞാൻ പല കുട്ടികളുമായിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പല സ്റ്റേറ്റുകളിലെയും ഇന്ത്യൻ ക്യാമ്പിൽ പോകുന്ന കുട്ടികളിൽ നിന്ന് ഇങ്ങനൊരു ഭീഷണിയും ചിലരെ എഴുതി കൊടുക്കും പേടിച്ചിട്ട്, കാരണം ഇനി മുമ്പോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ സത്യം. ഇദ്ദേഹത്തിന് ഈ ചെയർമാന്റെ ഒരു അത്തരം ദുരനുഭവങ്ങൾ മറ്റാർക്കെങ്കിലും ഉള്ളതായിട്ട് നേരത്തെ അങ്ങനെ വല്ല വിവരങ്ങളോ വല്ലതും ഉണ്ടോ? ഞാൻ 2012 വരെയാണ് ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ പോയിട്ടുള്ളത്. ആ സമയത്ത് ഈ ബ്രിജ്ഭൂഷൺ പുള്ളി ഇതിലേക്ക് കയറി വരുന്ന സമയം. അതിനു മുമ്പ് രാജ് സിംഗ് എന്ന് പറയുന്ന ആളായിരുന്നു ഫെഡറേഷന്റെ പ്രസിഡന്റും ഒക്കെ സെക്രട്ടറിയൊക്കെ പൊസിഷനിലൊക്കെ വഹിച്ചുകൊണ്ടിരുന്ന വേറെ ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നത് പിന്നീട് 2018 കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു ദുരനുഭവം കുട്ടികൾ പറയുന്നത്.
ഈ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം വസ്തു തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായും സത്യമാണെന്നേ കാര്യമുള്ളൂ. ഇനി ഞാനൊരു ഉദാഹരണം പറയാം. കാരണം അതായത് ഇവര് AC റൂമിൽ താമസിച്ച് AC റൂമിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ, അതായത് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി കഴിയുന്ന കുട്ടികൾ ഇങ്ങനെ തെരുവിൽ വന്നു കിടന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യമാണ്, വിനേഷ് ഫോഗട്ട് ക്യാമ്പിൽ ആയിരുന്ന സമയത്ത് സൺഡേ നമുക്ക് അവധിയാ. അപ്പൊ എന്റെ റൂമിൽ വന്നു, മാഡം ഞങ്ങൾക്ക് കസർത്ത് ചെയ്യണം, മാഡം ഒന്ന് എണ്ണാവോ? അപ്പൊ ഞാനാണെങ്കിൽ ആകെ ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഓർത്ത് എന്നാ കുട്ടികൾ വന്നതല്ലേ എന്ന് ഓർത്തോണ്ട് ഞാൻ കസർത്ത് എണ്ണി. ഇത് 400-500 ഒക്കെ അങ്ങ് കടന്നു പോവാ. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരൊരിക്കലും ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസുമായിട്ടും ഇവരെത്തത്തില്ലെന്നാണ് എന്റെ ഒരു 100% വിശ്വാസം. അതിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള താരങ്ങളാണ് അവർ. അത് ഇന്ത്യയും അത് തിരിച്ചറിഞ്ഞതാണ്. കാരണം ഒളിമ്പിക് മെഡലുകൾ അടക്കം നേടിയ താരങ്ങളാണ്. അവരുടെ സമരത്തിന് അർഹമായ പരിഗണന, അതല്ലെങ്കിൽ അതിനോട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അതിനോട് നടപടിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് ജാസ്മിനും ചൂണ്ടിക്കാട്ടുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി സിജിത്ത്, ന്യൂസ് 18 കോട്ടയം. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ജമ്മു കാശ്മീരിലെ രജൌരിയിൽ ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. സൈന്യവും ജമ്മു കാശ്മീർ പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരനെ വധിച്ചത്. ദസൽ ഗുജ്റാൻ വനമേഖലയിലാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വെടിവയ്പുണ്ടായത്. കോഴിക്കോട് പുതുപ്പാടിയിൽ ബിരുദ വിദ്യാർത്ഥിനിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചു. 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയാണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയെ കാണാതാവുന്നത്. കോളേജിന് സമീപത്തെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്ന വിദ്യാർത്ഥിനി 2 ആഴ്ച കൂടുമ്പോഴാണ് വീട്ടിൽ പോകുന്നത്. ക്ലാസ്സിൽ വരാത്തതിനെ തുടർന്ന് കോളേജിൽ നിന്ന് വീട്ടിൽ വിളിച്ചപ്പോഴാണ് കുട്ടി വീട്ടിലും എത്തിയിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് പോലീസിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി താമരശ്ശേരി ചുരത്തിന്റെ 9ാം വളവിൽ വെച്ച് പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. കോളേജിലേക്ക് പോകുമ്പോൾ പരിചയപ്പെട്ട യുവാവ് നമ്പർ നൽകി വിളിക്കാൻ ആവശ്യപ്പെട്ടെന്നും പിന്നീട് വിളിച്ചപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി കാറിൽ കയറ്റി കൊണ്ടുപോയെന്നുമാണ് വിദ്യാർത്ഥിനിയുടെ മൊഴി. മയക്കുമരുന്ന് നൽകിയ ശേഷം പീഡിപ്പിച്ചതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധന നടത്തി മജിസ്ട്രേറ്റിനു മുമ്പിൽ ഹാജരാക്കിയ വിദ്യാർത്ഥിനിയെ പിതാവിനൊപ്പം വിട്ടയച്ചു. പ്രതിയെ തിരിച്ചറിഞ്ഞതായി താമരശ്ശേരി പോലീസ് അറിയിച്ചു. ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയായ യുവാവാണ് പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 താമരശ്ശേരി. മംഗളൂരുവിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ഗുണ്ട ആക്രമണം. ഇതര മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുമായി സോമേശ്വർ ബീച്ചിലെത്തിയപ്പോഴാണ് 3 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദുത്വ പ്രവർത്തകരായ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവധി ആഘോഷിക്കാനായി ഉള്ളാൾ സോമേശ്വർ ബീച്ചിലെത്തിയ ദേർലക്കട്ടയിലെ പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് സദാചാര ഗുണ്ട ആക്രമണമുണ്ടായത്. ഇതര മതസ്ഥരിൽപ്പെട്ട സഹപാഠികളോടൊപ്പം ബീച്ചിലെത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനമേറ്റ കാസർഗോഡ് സ്വദേശികളായ സഫർ ഷെരീഫ്, മുജീബ്, ആഷിഖ് എന്നിവരെ ദേർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലും ബെൽറ്റും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന് ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ ബന്ധു. ഇവരെ തെരഞ്ഞു പിടിച്ചിട്ട് ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരെ തെരഞ്ഞു പിടിച്ചിട്ട് ഐഡന്റിറ്റി കാർഡ് കാര്യങ്ങൾ ചോദിച്ചു. ഇവർ വിസമ്മതിച്ചപ്പോൾ ഇവർ അസഭ്യം പറഞ്ഞുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് 6 പേരുണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഒരു ആൾക്കാരൊക്കെ കൂടി 30-20 പേരുണ്ടെന്നാണ് പറയുന്നവർ. ബെൽറ്റ് ഊരിയിട്ട് പിന്നെ വടി കൊണ്ട് കല്ലുകൊണ്ടൊക്കെ മുഖത്ത് കുത്തി, പിന്നെ വളയിൽ തലക്കൊക്കെ ഇടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വലിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും, മുടി പിടിച്ചിട്ട്. തലപ്പാടി ഉള്ളാൾ സ്വദേശികളാണ് അറസ്റ്റിലായവർ. ഇവർ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരാണെന്ന് പോലീസ്. മർദ്ദനമേറ്റവർക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളെ സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തിച്ചു. നേരത്തെയും മംഗളൂരുവിൽ സമാന രീതിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ഗുണ്ടാക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ മൂലം MG സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം നീളുന്നു. മുൻ VC വിരമിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും താൽക്കാലിക ചുമതല നൽകേണ്ട ആളെ പോലും നിശ്ചയിച്ചിട്ടില്ല. സർക്കാർ നൽകിയ പാനൽ ഗവർണർ തള്ളിയതോടെ ചുമതല കൈമാറ്റം ഇനിയും വൈകാനാണ് സാധ്യത. ഇതാദ്യമായാണ് MG സർവകലാശാലയിൽ VCയുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഡോക്ടർ സാബു തോമസ് വിരമിച്ചത്. സെർച്ച് കമ്മിറ്റി നടപടിക്രമങ്ങൾ ആരംഭിക്കാത്തതിനാൽ തന്നെ സർവകലാശാല പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് താൽക്കാലിക ചുമതല കൈമാറേണ്ടതാണ്. വിരമിച്ച VC സാബു തോമസിന്
പുനർനിയമനം നൽകണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും കണ്ണൂർ VC പുനർനിയമനം സുപ്രീം കോടതി കയറിയ പശ്ചാത്തലത്തിൽ ഗവർണർ ഇതിന് തയ്യാറായില്ല. പകരം താൽക്കാലിക ചുമതല നൽകാൻ 3-അംഗ പാനൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സാബു തോമസിനെയും മറ്റ് പ്രൊഫസർമാരെയും ഉൾപ്പെടുത്തി സർക്കാർ പാനൽ നൽകിയെങ്കിലും വിരമിച്ചവർ പാനലിൽ പാടില്ല എന്ന് കാട്ടി ഗവർണറും അതു തള്ളി. പകരം സർവീസിലുള്ള പ്രൊഫസർമാരുടെ പുതിയ പാനൽ വീണ്ടും ആവശ്യപ്പെടും. മലയാളം സർവകലാശാലയിൽ സാബു തോമസിന് അധിക ചുമതല നൽകിയിരുന്നതിനാൽ ഇപ്പോൾ എവിടെയും VC ഇല്ല. ഇതോടെ 2 സർവകലാശാലകളിലെയും പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം മുടങ്ങി. ഇതുകൂടാതെ ഉപരിപഠനം, ജോലി സാധ്യതകൾ, ജീവനക്കാരുടെ ഉദ്യോഗക്കയറ്റം എന്നിവയും പ്രതിസന്ധിയിലായി. MGയിൽ താൽക്കാലിക ചുമതല കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആദ്യം മുതൽക്കേ വീണ്ടും ആരംഭിക്കേണ്ടതിനാൽ നിയമനം ഇനിയും വൈകാനാണ് സാധ്യത. അതേസമയം മലയാളം സർവകലാശാലയിലും പകരക്കാരനെ കണ്ടെത്തണം. ന്യൂസ് 18 തിരുവനന്തപുരം. MGVC നിയമനത്തിലെ ഒഴിവ് നികത്താനുള്ള ശ്രമം നടത്തുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. സർക്കാരിന് സാബു തോമസിനെ തന്നെ നിയമിക്കാനാണ് താൽപര്യമെന്ന് ഗവർണറെ അറിയിച്ചിരുന്നു. ഗവർണർ 3 സീനിയർ പ്രൊഫസർമാരുടെ പേര് ചോദിച്ചു. സാബു തോമസിന്റെ പേര് ഒഴിവാക്കി പുതിയ പട്ടിക നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഉടൻ നിയമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. അത് നികത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവർണർക്ക് ആദ്യം അയച്ചു കൊടുത്ത പാനലിൽ നമ്മൾ ആദ്യം വെച്ചത് ഡോക്ടർ സാബു തോമസിൻ്റെ പേരാണ്. കാരണം അദ്ദേഹം ശ്ലാഘനീയമായ സേവനം യൂണിവേഴ്സിറ്റിക്ക് ചെയ്യുകയും ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും അറിയപ്പെടുന്ന അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ നോട്ടബിളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അക്കാദമിക് മേഖലയിലും അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുക്കാം എന്നുള്ള താല്പര്യം നമ്മുടെ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ അതിന് പകരമായിട്ട് 3 സീനിയർ പ്രൊഫസേഴ്സിൻ്റെ പേര് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് വീണ്ടും നമ്മൾ സീനിയർ പ്രൊഫസേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ DS സന്തോഷ് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിൽ ഇടപെട്ട VC മോഹനൻ കുന്നുമ്മൽ പ്രസവിച്ച 8ാം നാൾ ജീവനക്കാരെ വിളിച്ചുവരുത്തിയ സംഭവത്തിലാണ് VC നിലപാട് ഘടിപ്പിച്ചത്. സിൻഡിക്കേറ്റ് ഉപസമിതി സന്തോഷ് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രം സ്ഥാനക്കയറ്റത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ. സ്ഥാനക്കയറ്റം നൽകേണ്ടവരുടെ പട്ടിക ജൂൺ 9 ചേർന്ന സിൻഡിക്കേറ്റ് പരിശോധിക്കും. പ്രസവിച്ച 8ാം നാൾ ജീവനക്കാരെ വിളിച്ചുവരുത്തിയ സംഭവം ന്യൂസ് 18 ആണ് റിപ്പോർട്ട് ചെയ്തത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI ആൾമാറാട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കോളേജ് പ്രിൻസിപ്പൽ GJ ഷൈജുവാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കേസിൽ 1-ാം പ്രതിയാണ് ഷൈജു. SFI നേതാവും കോളേജ് വിദ്യാർത്ഥിയുമായിരുന്ന A വിശാഖാണ് 2-ാം പ്രതി. പ്രതികൾ ഒളിവിലാണ്. ആൾമാറാട്ട വിവരം പുറത്തുവരികയും കേരള സർവകലാശാല രജിസ്ട്രാർ തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് CPM ഇടപെടൽ മൂലമാണെന്നാണ് ആരോപണം. കോടതി ആവശ്യപ്പെട്ട പ്രകാരം വസ്തുതാ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചു. കോഴിക്കോട് ഉള്ളിയേരിയിൽ മരം വീണ് അധ്യാപകന് ദാരുണാന്ത്യം. ഉള്ളിയേരി AUP സ്കൂളിലെ അധ്യാപകൻ പുതുക്കുടി P മുഹമ്മദ് ഷെരീഫാണ് മരിച്ചത്. മരം വീണതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടായിരുന്നു അപകടം. രാവിലെ മടവൂരിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്നതിനിടയിൽ നന്മണ്ട അമ്പലപ്പൊയിലിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. കാസർഗോഡ് പൂച്ചക്കാട് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. സീതാംകോളി സ്വദേശിനി ഖദീജയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയോടെയായിരുന്നു അപകടം. വൈദ്യുതി ചാർജ് വർധനയെ ന്യായീകരിക്കാൻ കണക്കുകൾ നിരത്തി സർക്കാർ. വൈദ്യുതി സർചാർജിലെ ഉയർന്ന പരിധി 10 പൈസയാക്കിയത് കേരളം മാത്രമാണ് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മാസം തോറും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര നിയമ ഭേദഗതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ജൂൺ മാസത്തിൽ യൂണിറ്റിന് 19 പൈസയാണ് സർചാർജ് ഇനത്തിൽ KSEB പിരിക്കുന്നത്. യൂണിറ്റിന് 9 പൈസ വീതം പഴയ സർചാർജായി റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചതും 10 പൈസ വീതം വൈദ്യുതി ബോർഡ് പുതിയ കേന്ദ്ര നിയമപ്രകാരം സ്വമേധയാ ഏർപ്പെടുത്തിയതുമാണ്. രണ്ടും കൂടി ഒരുമിച്ച് വന്നതോടെ ഉപഭോക്താക്കൾക്ക് ശരിക്കും ഇലക്ട്രിക് ഷോക്ക് അടിച്ചു.
പ്രതിഷേധം ഉയർന്നതോടെ കണക്കുകൾ നിരത്തി ന്യായീകരിക്കുകയാണ് സർക്കാർ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സർചാർജിലെ ഉയർന്ന പരിധി 10 പൈസയാക്കിയത് കേരളം മാത്രമാണെന്ന് വൈദ്യുതി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ജൂൺ മാസത്തിൽ സർചാർജ് ഇനത്തിൽ യൂണിറ്റിന് 310 പൈസയാണ് ഗുജറാത്ത് ഈടാക്കുന്നത്. ഹരിയാനയാകട്ടെ 52 പൈസയും രാജസ്ഥാൻ 42 പൈസയും ഛത്തീസ്ഗഡ് 43 പൈസയും പിരിക്കുമ്പോൾ കേരളം 19 പൈസ മാത്രമാണ് പിരിക്കുന്നത് എന്നാണ് മന്ത്രിയുടെ വാദം. എന്നാൽ ജൂലൈയിലെയും വൈദ്യുതി നിരക്ക് കൂടിയേക്കും. KSEB സമർപ്പിച്ച താരിഫ് നിർദ്ദേശങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി. 5 വർഷത്തേക്കുള്ള താരിഫ് വർധനയ്ക്കാണ് വൈദ്യുതി ബോർഡ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കാലവർഷം ജൂൺ 4 തന്നെ എത്തിയേക്കും. കാലവർഷത്തിന് മുന്നോടിയായി അറബിക്കടലിൽ മേഘങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. അറബിക്കടലിൽ ജൂൺ 5ഓടെ ചക്രവാത ചുഴി രൂപപ്പെട്ടേക്കും. തുടർന്നുള്ള 48 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. നാളെയും വേനൽ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാഠപുസ്തകത്തിലെ തുള്ളൽ പാട്ടുകൾ ചിത്രീകരിച്ച് അധ്യാപക കൂട്ടായ്മ. സാങ്കേതിക പ്രവർത്തകരുടെ സഹായത്തോടെ നിർമ്മിച്ച വീഡിയോ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകൾ പുതിയ തലമുറയിൽ എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കൊല്ലം താമരക്കുടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുഞ്ചൻ കലാഗ്രാമത്തിന്റെ സഹകരണത്തോടെയാണ് തുള്ളൽ പാട്ടുകൾ ചിത്രീകരിച്ചത്. 1 മുതൽ +2 വരെയുള്ള മലയാളം പാഠപുസ്തകത്തിലെ തുള്ളൽ പാട്ടുകളാണ് ദൃശ്യവൽക്കരിച്ചത്. തുള്ളൽ കലാകാരൻ താമരക്കുടി കരുണാകരൻ മാസ്റ്ററുടെ കൊച്ചുമകൾ ഹരിചന്ദനെയാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത്. 3 ഓട്ടൻതുള്ളലും 1 ശീതങ്കൻ തുള്ളലും 1 പറയൻ തുള്ളലുമാണ് 10ഓളം അധ്യാപകരുടെയും കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കൂട്ടായ്മ ചിത്രീകരിച്ചത്. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. നമ്മുടെ മിക്ക കുട്ടികളും തുള്ളൽ നേരിട്ട് കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. ഓട്ടൻതുള്ളൽ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ പറയൻ തുള്ളലും ശീതങ്കൻ തുള്ളലും ഒക്കെ കണ്ടിട്ടുള്ള കുട്ടികൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ കല കുട്ടികളുടെ മുന്നിൽ ദൃശ്യവൽക്കരിച്ച് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം അധ്യാപകർ. ഇത് ചിത്രീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയും അതുവഴി ICT അധിഷ്ഠിത പഠനം പ്രയോജനപ്പെടുത്തി കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ തുള്ളൽ നേരിട്ട് കാണുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ്. എലിയും പൂച്ചയും, ഊണിന്റെ മേളം, രുക്മിണി സ്വയംവരം, മയന്റെ മായാജാലം, കിട്ടും പണമെങ്കിലിപ്പോൾ, കൊള്ളിവാക്കല്ലാതൊന്നും എന്നിവയാണ് ചിത്രീകരിച്ചത്. ന്യൂസ് 18 കൊല്ലം. മുരുകൻ കാട്ടാക്കട എഴുതി ഗായിക മഞ്ജരി ആലപിച്ച ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനത്തിന്റെ മുതുവാൻ ഭാഷയിലുള്ള തർജ്ജമ ഗാനമായി. ഇടമലക്കുടി GTLPSലെ കുട്ടികൾക്കായി അവരുടെ വീട്ടുഭാഷയായ മുതുവാൻ ഭാഷയിൽ ഇതേ സ്കൂളിലെ അധ്യാപകരായ ഷമീർ, രഘു എന്നിവരാണ് പരിഭാഷപ്പെടുത്തിയത്. അധ്യാപക അനിതയാണ് ഗാനം ആലപിച്ചത്. പിടിക്കത്തല്ല പൊളപ്പ്, സൂര്യനെ പിടിക്കണം, പിടിച്ച് സ്വന്തമാക്കണോ. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5600 രൂപ, പവന് 44,800 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോയ്ക്ക് 79,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3604 രൂപ, ഔൺസിന് 1,12,097 രൂപ. റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. കോട്ടയത്ത് ഒറീസക്കാരെ കൊലപ്പെടുത്തിയ അസം സ്വദേശിക്ക് ക്യാപിറ്റൽ പനിഷ്മെന്റ് കിട്ടിയതിൽ പ്രധാന തെളിവ് വിരലടയാളമായിരുന്നു. ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ കണ്ടെത്തലായിരുന്നു ഇതിനു പിന്നിൽ. 4000ഓളം കേസുകളിൽ വിരലടയാളം പരിശോധിച്ചുവെന്ന മികവുമായാണ് KR ശൈലജ ഫിംഗർ പ്രിന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്തു നിന്നും വിരമിച്ചത്.
ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടറായി കഴിഞ്ഞ ദിവസം വിരമിച്ച ശ്രീമതി ശൈലജയാണ് നമുക്കൊപ്പമുള്ളത്. വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം, ഈ രംഗത്തെ ആദ്യത്തെ വനിതയായിരുന്നു. മനസ്സിൽ നിൽക്കുന്ന കേസുകൾ ഏത് കേസുകളാണ് ഏറ്റവും വളരെ ശ്രദ്ധേയമായി സ്വയം വിചാരിക്കുന്നത്? എല്ലാത്തരം കേസുകളും പ്രോപ്പർട്ടി ഒഫൻസുകൾ, മർഡർ, പിന്നെ അതായത് 174 എന്ന് നമ്മൾ പറയും, അൺനാച്ചുറൽ ഡെത്താണ്. ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഞങ്ങൾ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സ് തെളിവ് ശേഖരിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് നിൽക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് പുല്ലുമേട് സ്റ്റാമ്പയുടെ കേസാണ്. ഏകദേശം 100-ലധികം ആൾക്കാർ മരിച്ച ഒരു കേസാണ്. അവിടെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇത് പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരാണ്. എല്ലാം സൗത്ത് ഇന്ത്യ തന്നെ, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഈ മരിച്ച ആൾക്കാർ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ മനുഷ്യർ വരെ ഒരു ഹാളിൽ അവരുടെ ഡെഡ് ബോഡീസ് ഇങ്ങനെ നിരത്തി കിടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 3 ജില്ലകളിൽ നിന്നുള്ള ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സിൻ്റെ സർവീസാണ് ഈ ഫിംഗർ പ്രിൻ്റ് കളക്ട് ചെയ്ത് അവരുടെ ഐഡൻറ്റിറ്റി വീണ്ടും ചിലപ്പോൾ തിരിച്ചറിയാതെ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ ആ ഒരു കേസ് ഞാൻ എന്നും ഓർക്കുന്ന ഒരു കേസാണ്. നമ്മൾ അത്രയും പേരുടെ ഫിംഗർ പ്രിൻറ്റ്സ് കളക്ട് ചെയ്ത് വെച്ചു. പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മറക്കാത്ത കേസാണ്. ഞങ്ങളൊക്കെ ഈ സീനിൽ ചെല്ലാറുണ്ട്. പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഫിംഗർ പ്രിൻ്റ് ആൾക്കാർ വന്നിട്ട് അവിടെ ഇങ്ങനെ പൊടി തൂവുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷ് പോലുള്ള സംഗതി വെച്ചിട്ട് അത് തട്ടുന്നു, ലെൻസ് വെച്ച് നോക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രോസസ്സ്? എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ പ്രിൻ്റ് നമ്മൾ വിസിബിൾ ആയിരിക്കത്തില്ല. വിസിബിൾ പ്രിൻ്റ് ഉണ്ടാവാം. അതായത് ഈ കൾപ്രിറ്റിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഗ്രീസ്, ബ്ലഡ്, അതുപോലെ കളേർഡ് സബ്സ്റ്റൻസ് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നോക്കുമ്പോൾ വിസിബിളായിട്ടുള്ള പ്രിൻ്റ് കാണൂ. അല്ലാതെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട് നോക്കുന്നത് ഇതിനോടൊപ്പം ലേറ്റൻ്റ് ആയിട്ടുള്ള പ്രിൻ്റുകളെ അത് ഡെവലപ്പ് ചെയ്ത് വിസിബിൾ ആക്കുക എന്നുള്ളതാണ്. അതിനുപയോഗിക്കുന്ന പല മെത്തേഡ്സിൽ ഒന്നാണ് ആ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ വേദന തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു ക്രൈം സീനിൽ ചെന്നിട്ട് മനസ്സ് പിടഞ്ഞിട്ടുള്ള, കാരണം പലപ്പോഴും സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ അവരൊക്കെ കൊല ചെയ്യപ്പെടുന്ന അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മനസ്സ് പതറിപ്പോയിട്ടുള്ള ഏതെങ്കിലും സമയമുണ്ടോ? പലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ മാസ് സൂയിസൈഡ്, ഒരു ഫാമിലി മൊത്തം സൂയിസൈഡ് ചെയ്യുന്ന കേസുകളൊക്കെ 174 ആണല്ലോ. ഇതെല്ലാം പോലീസിൻ്റെ ഭാഷയിൽ അൺനാച്ചുറൽ ഡെത്താണ്. പിന്നീട് അത് ഇൻവെസ്റ്റിഗേഷൻ നടന്നു കഴിയുമ്പോഴാണ് അത് എന്താണ് സൂയിസൈഡാണോ എന്താണെന്ന് പിന്നീടേ അറിയുള്ളൂ. അപ്പം അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ കുട്ടികളുടെ ഇത് കുറച്ച് വേദനാജനകമാണ്. കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അവർ കൊന്നിട്ടായിരിക്കും. അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ്. ദിവസങ്ങളോളം നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ നിൽക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിഷമം ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാനെന്ന് മാത്രമല്ല, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സ് എല്ലാവരും തന്നെ ആ ഒരു ഇമോഷണൽ ആവാതെ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി മാക്സിമം അവിടെ നിന്ന് കിട്ടാവുന്ന എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും, ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതെ. അതുപോലെ തന്നെ ഈ കാലപ്പഴക്കം, ചില ബോഡിയൊക്കെ ചില വീടുകളിലൊക്കെ കിടന്നിട്ട് ആളൊഴിഞ്ഞ വീടായിരിക്കും, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലമായിരിക്കും, ജീർണിച്ച അവസ്ഥയിലൊക്കെ ആയിരിക്കും, ദുർഗന്ധം വമിക്കുന്ന സാഹചര്യം. അതൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ? നമ്മൾ സർവീസിൻ്റെ ആദ്യ സമയത്തൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. പിന്നീട് അതൊക്കെ മാറി. ഇത് നമ്മുടെ ജോലിയാണ്. എനിക്ക് ഞാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് എല്ലാ സീനും പരിശോധിച്ചിട്ടുള്ളത്. ഈവൻ ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരെ. അത് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന ഒരു കേസാണ്. വർഷങ്ങൾക്ക് മുന്നേ ഒരു ലേഡി, ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന, മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരെ മിസ്സിങ് ആയി. അപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയതിനനുസരിച്ച് അവരുടെ ബോഡി ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു സെപ്റ്റിക് ടാങ്കിലുള്ളതായിട്ട് അറിഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കൂടെ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സ് ആയിട്ട് ഞാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ബോഡി സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അപ്പോഴാണത് തുറന്ന് പുറത്തെടുക്കുന്നത്. അതൊരു അങ്ങനെയുള്ള സീനുകളിലൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. ബോഡി മൊത്തം വാഷ് ചെയ്തിട്ട് പിന്നെ ഈ ആൾ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ അവരുടെ ഫിംഗർ പ്രിൻ്റൊക്കെ അവിടെ നിന്ന് ശേഖരിച്ച്. എന്നാലും ഒരുപാട് അനുഭവമുള്ള ആളാണ്. അതൊരു പുസ്തകമായി തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനവുമായി ഭവ്യ എത്തും. നമസ്കാരം.